السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ്ഹ് പാഠം 263. ദുഹാ നിസ്കാരത്തിൻ്റെ സമയം പ്രവിശാലമാണ്. വവഖ്തുഹാ മിൻ ഇർതിഫാഇ ശംസി ഖദറ റംഹിൻ ഇല സവാൽ എന്നാണ് ദുഹാ നിസ്കാരത്തിൻ്റെ സമയത്തെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സൂര്യൻ ഉദിച്ച് ഉയർന്നത് മുതൽ, സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ കണക്കെ ഉയർന്നത് മുതൽ, അങ്ങനെയാണ് ദുഹാ നിസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുന്നത്. അതാണ് മുഅ്തമദായിട്ടുള്ള പ്രബലമായിട്ടുള്ള അഭിപ്രായം. സൂര്യൻ ഉദിച്ചാൽ തന്നെ ദുഹാ നിസ്കരിക്കാം എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെയല്ല. സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ കണക്കെ ഉയർന്നത് മുതലാണ് ദുഹാ നിസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുന്നത്. കുന്തത്തിൻ്റെ കണക്കെ വരിക എന്ന് പറഞ്ഞാൽ ഒരു 16 മിനിറ്റ് എന്നൊക്കെയാണ് അതേക്കുറിച്ച് പണ്ഡിതന്മാർ കണക്കാക്കി പറഞ്ഞിട്ടുള്ളത്. സൂക്ഷ്മതയ്ക്ക് ഒരു 20 മിനിറ്റ് പിന്നിടുമ്പോൾ ദുഹാ നിസ്കാരത്തിൻ്റെ സമയം തുടങ്ങുന്നു. പിന്നെ സവാൽ വരെ സമയം നീണ്ടു നിൽക്കുന്നുണ്ട്. അതായത് സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നത് വരെ, ദുഹറിൻ്റെ സമയം വരെ എന്നർത്ഥം. അത്രയും വിശാലമായ സമയമാണ് ദുഹാ നിസ്കാരത്തിനുള്ളത്. ഈ സമയത്തിനിടയിൽ എപ്പോഴെങ്കിലും ദുഹാ നിസ്കരിച്ചാൽ അത് അദാ ആയി കിട്ടും. ഇക്കാര്യം ദുഹാ നിസ്കാരത്തിൻ്റെ സമയം, അതിൻ്റെ തുടക്കവും ഒടുക്കവും കൃത്യമായി മനസ്സിലാക്കുകയും ഈ വിശാലമായ സമയത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഏറ്റവും ചുരുങ്ങിയ ഖദർ 2 റക്അത്തെങ്കിലും നിസ്കരിക്കാനുള്ള സമയം കണ്ടെത്തുകയും ചെയ്യണം. അതാണ് വേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.